ആയിട്ട് നമുക്ക് നിർത്തിയെടുത്തുനിന്ന് തന്നെ തുടങ്ങാം. ഞാൻ മട്ടൻ കറിയുടെ പിന്നാലെയായിരുന്നു. പക്ഷേ അത് കംപ്ലീറ്റ് ആക്കിയിട്ട് വ്ലോഗിൽ കാണിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ദേ മസാലയൊക്കെ നേരെ മട്ടണിലോട്ട് ഇട്ടിട്ട് അതൊന്നും കൂടി വേവിക്കാനായിട്ട് വെച്ചേക്കുകയാണ്. ഇനി ആ സമയം കൊണ്ട് കുറച്ച് കോവയ്ക്ക ഉണ്ടായിരുന്നു. അപ്പം നാളെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് കോവയ്ക്ക അങ്ങോട്ട് ഫ്രൈ ആക്കാമെന്ന് വിചാരിച്ചു. കോവയ്ക്ക എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു വെജിറ്റബിൾ ആണെന്ന് വേണമെങ്കിൽ പറയാം. അതിലെൻ്റെ ഏറ്റവും ഇഷ്ടപ്പെട്ട ഡിഷ് എന്ന് പറയുന്നത് കോവയ്ക്ക ഫ്രൈ തന്നെയാണ്. പൊതുവേ ഞാൻ റൗണ്ടിന് അരിഞ്ഞിട്ടാണ് കേട്ടോ ചെയ്യലുള്ളത്. കാര്യം ഞാൻ വീട്ടിൽ അങ്ങനെ ചെയ്യുന്നതാണ് കണ്ടിട്ടുള്ളത്. ഇന്ന് ഞാൻ വിചാരിച്ചൊന്ന് നീളത്തിന് അരിഞ്ഞിട്ട് ഫ്രൈ ആക്കി എങ്ങനെ ഉണ്ടാവുമെന്ന്. എനിക്ക് ഇങ്ങനെയൊക്കെയുള്ള ഒരു തോട്ടുണ്ട്. അതായത് നമ്മളിപ്പോൾ ഒരു ഫുഡ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ കഴിക്കാൻ ടേസ്റ്റിനെ പോലെ തന്നെ ആ ഫുഡിന് കാണാനും ഒരു ഭംഗി വേണം. നമ്മുടെ കണ്ണിനും ഒരു കുളിർമ കിട്ടണം. അങ്ങനെയൊക്കെ ഒരു തോട്ടുണ്ട് കേട്ടോ. എനിക്ക് അത്യാവശ്യം ഭംഗിയുള്ള ഫുഡ് കഴിക്കാനുള്ളൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. പിന്നെ എപ്പോഴും ഈ ഒരു കോട്ടൻ്റെ മൈൻഡിൽ വരാറുണ്ട്, മിന്നുന്നതൊന്നും പൊന്നല്ലാന്ന്. എന്തായാലും പക്ഷേ ഫുഡിൻ്റെ കാര്യത്തിൽ എനിക്ക് ഇങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഇന്നലെ നിർത്തിവെച്ച കലാപരിപാടി ബാക്കി കംപ്ലീറ്റ് ആക്കാമെന്ന് വിചാരിച്ചു. ദേ ഞാൻ വാക്സ് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ പൗഡറൊക്കെ ഇങ്ങനെ തേച്ച് വെച്ചേക്കായിരുന്നു. നന്നായി ഡ്രൈ ആയി കഴിഞ്ഞപ്പോൾ ഒരു വെറ്റ് ക്ലോത്ത് എടുത്തിട്ട് ഹെയറിൻ്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിൽ ഇങ്ങനെ തടവി കൊടുക്കുക ചെയ്യേണ്ട കേട്ടോ. അപ്പോൾ ദേ ഹെയറൊക്കെ അവിടെ ഉള്ളതൊക്കെ കംപ്ലീറ്റ് പോകും. ഞാൻ ശരിക്കും പറഞ്ഞ ഷോക്കായി പോയി കേട്ടോ റിസൾട്ട് കണ്ടിട്ട്. അപ്പോൾ അതൊക്കെ നന്നായി വാഷ് ചെയ്തിട്ട് നേരെ കിച്ചണിലോട്ട് വന്നിട്ടുണ്ട്. ഇനിയും ഒരുപാട് പരിപാടികൾ കിച്ചണിൽ ബാലൻസ് ഇങ്ങനെ കിടക്കുകയാണല്ലോ, അതൊക്കെ തീർക്കണമല്ലോ എന്ന് ഓർത്തിട്ടെ. പിന്നെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ കഴുകിയതേ ഇങ്ങനെ തൂക്കിയിടും. ഈ ജനലിൽ ഇങ്ങനെ എല്ലാ പാത്രം കൂടെ തൂക്കിയിടുന്നത് ഒരു ഭംഗിക്കുറവാണ്. പക്ഷേ എനിക്ക് എടുക്കാനുള്ള എളുപ്പത്തിനാട്ടോ ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇല്ലെങ്കിൽ ഞാനൊരു 10,000 വട്ടം ഇങ്ങനെ ഓരോ കബോർഡിൽ ഇങ്ങനെ കുഞ്ഞെടുക്കണം. അത് മാത്രമല്ല രാവിലെയൊക്കെ വെപ്രാളം പിടിച്ചിട്ട് വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഓരോ പാത്രങ്ങൾ കുഞ്ഞെടുക്കുക എന്ന് പറയുന്നത് എനിക്ക് കുറച്ച് ടാസ്ക് ആയിട്ട് തോന്നാറുണ്ട് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു കുറച്ച് ഭംഗി കുറഞ്ഞാലും തൽക്കാലം ഞാൻ ഇങ്ങനെ തൂക്കിയിടാം. പിന്നെ ഭംഗിക്കനുസരിച്ച് എന്തെങ്കിലുമൊക്കെ സെറ്റപ്പ് ചെയ്യാമെന്ന്. പിന്നെ നമ്മുടെ സ്വന്തം വീടല്ലാത്തത് കൊണ്ടിട്ട് നമുക്ക് വേണ്ട കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്രകാരം അങ്ങോട്ട് ചെയ്യാൻ പറ്റില്ലല്ലോ. സിറ്റുവേഷൻ അനുസരിച്ച് നമ്മളൊന്ന് ഒതുങ്ങി പോകേണ്ടി വരുമല്ലോ. പിന്നെ കുറച്ച് ക്ലീനിങ് പരിപാടികളൊക്കെ പാത്രം കഴുകി കഴിഞ്ഞിട്ട് കുറച്ച് ക്ലീനിങ് പരിപാടികളും ഒക്കെ ഉണ്ട്. ഇപ്പം നേരം വെളുക്കുമ്പോൾ ഞാൻ പോയിട്ട് വൈകുന്നേരം അല്ലേ വരിക. അപ്പോൾ എനിക്ക് എല്ലാം ഒന്നും കിച്ചൺ മാനേജ് ചെയ്യാൻ പൊതുവേ ടൈം എനിക്ക് കിട്ടലില്ല കേട്ടോ. അപ്പോൾ നമ്മുടെ മട്ടൻ്റെ വിശേഷം പറയുകയാണെങ്കിൽ കുറച്ച് ഉപ്പിൻ്റെ കുറവുണ്ടായിരുന്നു. ഞാൻ അങ്ങനെ കുറച്ച് ഉപ്പിട്ട് കൊടുത്തു. പിന്നെ ലേശം കുരുമുളക് ഇടുന്നുണ്ട്. ഞാൻ എന്ത് കറി വെച്ചാലും പ്രത്യേകിച്ച് ഈ ചിക്കൻ മട്ടൺ പോലുള്ള കറികളിൽ കുറച്ച് എന്താ പറയുക നമ്മുടെ കുരുമുളക് ലാസ്റ്റ് ഇട്ട് കൊടുക്കും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മുടെ റൈസൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ഊറ്റിയെടുത്ത് വെക്കണം. ഞാനപ്പോൾ താഴെ മറ്റേ ഊറ്റാൻ വേണ്ടിയിട്ടുള്ള സംഭവം വെച്ചിട്ടുണ്ട് കേട്ടോ. ഇങ്ങനെ ആകുമ്പോഴത്തേക്കും അത്യാവശ്യം സംഭവം സേഫാണ്. ഇല്ലെങ്കിൽ ചൂടുവെള്ളം പുറത്തോടെ വീണിട്ട് എന്തിനാ വെറുതെ പൊള്ളിക്കുന്നതെന്ന് ഓർത്തിട്ട് കേട്ടോ. അപ്പോൾ ചോറും ഒക്കെ സെറ്റായിട്ടുണ്ട്. അപ്പം ഞാൻ നാളത്തേക്കും കൂടി കണക്കാക്കിയിട്ടാട്ടോ റൈസ് ഇട്ടേക്കുന്നത്. രാവിലെ എണീറ്റ് കുക്കിങ് പൊതുവേ ഞാൻ എല്ലാ വീഡിയോയിലും പറയും പോലെ നടപടി ആവത്തില്ല. അതുകൊണ്ട് ഞാൻ എല്ലാം അങ്ങ് നൈറ്റാണ് പൊതുവേ സെറ്റാക്കി വെക്കുന്നത്. ഈ ഒരു സമയം കൊണ്ടിട്ട് നിലക്കറ് മുറിയെന്ന് എൻ്റെ കോവയ്ക്ക് സെറ്റായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റൈസിൻ്റെ കൂടെ കോവയ്ക്കും കൂടെ കൊണ്ടുപോകാൻ വേണ്ടിയിട്ടാണ് കോവയ്ക്ക് ഞാൻ ഇന്നേ അങ്ങ് റെഡിയാക്കി വെക്കണേ. രാവിലെ ഞാൻ ജസ്റ്റ് ഒന്ന് ചൂടാക്കത്തേ ഉള്ളൂ കേട്ടോ. ഇനി രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടിയിട്ട് അപ്പം സെറ്റാക്കുകയാണ് കേട്ടോ. അപ്പം ഞാൻ പൊതുവേ അരിയാട്ടാൻ സമയം കിട്ടിയിട്ടില്ലെങ്കിൽ അപ്പം ദേ ഇങ്ങനെ കപ്പി കാച്ചുക എന്ന് പറയില്ലേ, കുറച്ച് അരിപ്പൊടി ഇട്ടിട്ട് കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ച് ഇതുപോലെ ആക്കിയിട്ട് ഇങ്ങനെ മാവ് കുഴച്ചെടുക്കും. അതിനുശേഷം നമ്മുടെ മിക്സിയിലോട്ട് ആവശ്യത്തിനുള്ള മാവും വെള്ളവും കുറച്ച് തേങ്ങയും പിന്നെ ഈ കപ്പി കാച്ചിയതും ഈസ്റ്റും ഒക്കെ ഇട്ടിട്ടൊന്ന് അടിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഇന്ന് കുറച്ച് റൈസും കൂടി ഇട്ടിട്ടുണ്ട്. എനിക്കറിയത്തില്ല ഇന്നത്തെ കൺസിസ്റ്റൻസി എങ്ങനെയാണ് ആവുമെന്ന്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കുറേ ദിവസമായി ഞാൻ ഇതുപോലെ അപ്പത്തിൻ്റെ മാവ് കാച്ചിട്ടെ. പൊതുവേ ഞാൻ ആദ്യം ഇവിടെ വന്നപ്പോഴേ എനിക്കപ്പം ഇങ്ങനെ അരിയും ഉഴുന്നും ഒക്കെ ഇട്ടിട്ട് ആട്ടാനായിട്ടുള്ളൊരു പരുവം അറിയാത്തത് കൊണ്ട് ഞാൻ ആദ്യമൊക്കെ ഇങ്ങനെയായിരുന്നു ഉണ്ടായിക്കൊണ്ടിരുന്നത്. പിന്നെ ഞാൻ ആ പരുവം ഇങ്ങനെ വീഡിയോസൊക്കെ റെഫർ ചെയ്ത് ഒരു വിധമൊക്കെ ഞാനങ്ങ് പഠിച്ചു. അപ്പോഴത്തേക്ക് എന്താ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോർമലി എല്ലാവരും ചെയ്യും പോലെ തന്നെ അരിയൊക്കെ തലേ ദിവസം ഇട്ട് ഉഴുന്നൊക്കെ ഇട്ട് അങ്ങനെ ആട്ടിയപ്പോൾ എനിക്ക് ആ അപ്പം ഇഷ്ടപ്പെട്ടതുകൊണ്ട് ഇതങ്ങ് ഞാൻ തഴഞ്ഞു. ഇന്നിപ്പോൾ എന്താ പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് കറക്റ്റായിട്ട് ടൈം കിട്ടാത്തത് കൊണ്ടിട്ട് ഞാൻ ചടപടാന്നാക്കാൻ വേണ്ടി കേട്ടോ അപ്പം അങ്ങനെ ആക്കി. ഇനിയിപ്പോൾ അടുത്ത ദിവസത്തെ വിശേഷമാണ് കേട്ടോ. അങ്ങനെ വൈകുന്നേരം ആയപ്പം വൈകിട്ടാണ് എനിക്ക് പൊതുവേ വീഡിയോ എടുക്കാൻ ടൈം കിട്ടലുള്ളത്. ഡ്യൂട്ടിയൊക്കെ കഴിഞ്ഞിറങ്ങിയിട്ട് കുറച്ച് സാധനങ്ങൾ വീട്ടിൽ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ പർച്ചേസ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ അടുത്തുള്ളൊരു മോളിലോട്ട് വന്നതാട്ടോ. ആദ്യം തന്നെ കുറച്ച് ഫ്രൂട്ട്സ് എടുക്കാമെന്ന് വിചാരിച്ചു. എനിക്ക് പൊതുവേ ഫ്രൂട്ട്സിൽ ഏറ്റവും ഇഷ്ടമുള്ള സംഭവം എന്ന് പറഞ്ഞാൽ ഓറഞ്ചാണ്.
ആപ്പിള് അങ്ങനത്തെ ഒന്നും എനിക്ക് വലിയ താല്പര്യമില്ല. കഴിക്കാൻ ഭയങ്കര മടിയാണ്. ഓറഞ്ച് ഇഷ്ടമായോണ്ട് കുറച്ച് ഓറഞ്ച് എടുത്തു. പിന്നെ വേറെ എന്തൊക്കെയോ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഇങ്ങനത്തെ സൈഡിലോട്ടൊക്കെ പ്രത്യേകിച്ചും പോകുന്നത് ലാലുവാണ് കേട്ടോ. ഞാൻ അങ്ങനെ ഇതിനോട് എനിക്ക് അത്ര വലിയ പ്രിയമൊന്നുമില്ല. പിന്നെ വേണ്ട സാധനങ്ങളെല്ലാം എടുത്തു. ബില്ലൊക്കെ ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ബില്ലിടാൻ നിൽക്കാനാണ് ഏറ്റവും വലിയ പാട്. ഇതിൻ്റെ ഫ്രണ്ടിലോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ തന്നെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറേ കടകളുണ്ടാവും കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഒരു കടയിൽ നിന്ന് ഒരു ചോക്ലേറ്റ് എന്തോ ഒരു സംഭവം കേട്ടോ, എനിക്കെൻ്റെ കറക്റ്റ് സ്പെല്ല് ചെയ്യാനൊന്നും അറിയത്തില്ല. ഇതാണ് സാധനം, ഈ കൊണ്ടുവരുന്നതാണ് കേട്ടോ സാധനം. അങ്ങനെ ഞങ്ങൾ അത് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. മേലെ കുറച്ച് ഐസ്ക്രീം, പിന്നെ ഒരു ബ്രൗണി പോലത്തെ സംഭവം, പിന്നെ എന്തോ ഒരു ചോക്ലേറ്റ് ലവ പോലത്തെ ഒരു സംഭവം. എൻ്റെ പേരെന്താണെന്ന് ശരിക്കും പറഞ്ഞാൽ ഞാൻ മറന്നുപോയി. അങ്ങനെ ഞാൻ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കി. സംഭവം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതിൻ്റെ മണ്ടയിൽ അവർ കുറച്ച് നമ്മുടെ കപ്പലണ്ടിയൊക്കെ ഇല്ലേ അതൊക്കെ ഇട്ടിട്ട് ആദ്യമായിട്ട് കേട്ടോ ഞാനിത് കഴിക്കണേ. പക്ഷേ കൊള്ളായിരുന്നു, ഒരു പരിധി വരെ കൊള്ളായിരുന്നു കേട്ടോ. ആ ഐസ്ക്രീമും കൂടെ ആയിട്ട് മിക്സ് ആക്കുമ്പോൾ രസമുണ്ട്. ഈവനിങ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഇരിക്കാൻ ശരിക്കും പറഞ്ഞാൽ നല്ല രസമാണ്. കാര്യം എന്ന് വെച്ചാൽ ഒരുപാട് ഫാമിലീസിനെ കാണാൻ പറ്റും. കൂടുതലായിട്ടും കുഞ്ഞു മക്കളുണ്ടല്ലോ, അവരെ കാണാനായിട്ട് പറ്റും. അവരെ കാണാൻ പറ്റുക എന്ന് പറഞ്ഞാൽ വേറെ ഒന്നും കൊണ്ടിട്ടല്ല, അവിടെ കുറച്ച് അവരെ എൻ്റർടൈൻ ചെയ്യാൻ വേണ്ടിയിട്ട് കുറച്ച് കാറും അതുമൊക്കെ ഇങ്ങനെ വെച്ചിട്ടുള്ളത് കൊണ്ടിട്ട് കുറേ കുട്ടികൾ ഇങ്ങനെ കാർ റേസിങ് അങ്ങനെയൊക്കെ ആയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നടക്കും. അപ്പോൾ അതൊക്കെ ഒരു രസമാണ്, ഈവനിങ് ടൈമിൽ കണ്ടിരിക്കാനായിട്ട് പറ്റുന്നൊരു കാഴ്ചയായിട്ട് എനിക്ക് തോന്നിയിട്ടാ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ബൈ, ടേക്ക് കെയർ.